എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നമ്മൾ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് രാവിലെ തന്നെ ഒരു ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നിച്ചുട്ടി വന്നിട്ട് മുടി കെട്ടിത്തരണം എന്ന് പറഞ്ഞത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് അച്ഛനും മോക്കും ചായയൊക്കെ കൊടുത്തു. പെരുന്നാൾ സ്പെഷ്യൽ പത്തിന് രാവിലെ തന്നെ നമ്മുടെ സാഹിത്യ സൈബത്തിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ. ബാക്കി ഒറ്റൊന്നുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടായിന്. അത് ഏതായാലും ചായൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. ബാക്കി പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിച്ചുട്ടിന് ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ എനിക്കിപ്പോൾ വല്ലാത്ത സങ്കടമാണ്. എത്ര പെട്ടെന്ന് വലുതായത്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു വെളുത്തുള്ളി 10 ചെറിയുള്ളി കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ നിച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒരു നത്തൽ പീര ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഉള്ളി നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഇതാ യാമിക്കുട്ടി എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പണിയൊന്നും നടക്കൂല. അച്ഛനും അമ്മയും പുറത്ത് പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് യാമിക്കുട്ടീനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് പണിയെടുത്തത്. ഇനി ഏതായാലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വന്ന ശേഷം വേഗം നത്തിൽ കുറച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി പീരയാക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. കുറച്ച് മത്തൻ എടുത്തിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി എത്തിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റിലും കുറേ തത്തമാരുണ്ട്. അവിടുന്ന് 2 വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന ഉടനെ നമ്മൾ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുന്നാളായിട്ട് ബിരിയാണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പുറത്ത് പോവുകയാണ്. എനിക്ക് പല്ലിൻ്റെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിച്ചുട്ടി ഏട്ടനും കൂടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ ഡോക്ടറെ അടുത്ത് എത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ കണ്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും രണ്ടാളും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അവിടെ കളിച്ച് ഒരു ഷെയ്ക്കൊക്കെ കുടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും എനിക്കും ഒരു ഷെയ്ക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല ഒരു ഇളനീർ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. നിച്ചു അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ഒരു കായ് പറിച്ചിട്ട് പറക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു വാവേനെ റാപ്പിൽ പൊതിഞ്ഞു വെച്ച പോലെ ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?